നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തിരിച്ചെത്തിയപ്പോൾ അൽക്കമാം തന്നെ എങ്ങനെയാണ് പരിചരിച്ചതെന്ന് പപ്പ വിവരിച്ചിരുന്നു. ഇന്ന് ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നിട്ടും എന്റെ പപ്പ എന്തുകൊണ്ട് ഒരു സാധാരണ ഗൃഹസ്ഥനായി ഒതുങ്ങിപ്പോയി എന്ന് നിങ്ങൾ കേൾക്കും. ഇത് എന്റെ ഹൃദയത്തെ സ്പർശിച്ച ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥയാണ്. അൽക്കമാമിന്റെ നിസ്വാർത്ഥ സേവനം, അതുല്യമായ പരിചരണം. പപ്പ പറഞ്ഞു. അൽക്കമാം ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: നീരജ് ജി, നിങ്ങളെ നോക്കുന്ന മകൾ വാണി തിരിച്ചുവരുന്നതുവരെ നിങ്ങൾക്കുള്ള ഭക്ഷണം എന്റെ അടുക്കളയിൽ തയ്യാറാക്കും. അവർ മുടങ്ങാതെ 2 നേരവും ടിഫിൻ എത്തിച്ചു കൊടുത്തു. വിവേകപൂർണമായ പെരുമാറ്റം. മാം തന്നെ അത്താഴത്തിന് ക്ഷണിക്കാറുണ്ടെന്നും എന്നാൽ രാത്രി അവിടെ നിൽക്കാൻ നിർബന്ധിക്കാറില്ലെന്നും പപ്പ പറഞ്ഞു. അവരുടെ സംസാരത്തിൽ വ്യക്തിപരമായ പ്രണയത്തിന്റെ സൂചനകൾ ഒന്നുമില്ലായിരുന്നു. അൽക്കമാം എപ്പോഴും വിവേകത്തോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് എനിക്ക് തോന്നി. വിധിയുടെ തീരുമാനം. പപ്പയുമായുള്ള സംസാരം നിർത്തി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമായതൊന്നും സംഭവിക്കില്ല. എന്താണോ നടക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്റെ അവസാന ചിന്ത ഇതായിരുന്നു: വിധിയുണ്ടെങ്കിൽ സ്വപ്നിലും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യും. നീരജ് ജോഷിയുടെ ത്യാഗപൂർണമായ ഭൂതകാലം, പ്രതിസന്ധികളുടെ പരമ്പര. അടുത്ത രാത്രി പപ്പ തന്റെ ജീവിത പോരാട്ടത്തിന്റെ കഥ എനിക്ക് പറഞ്ഞുതന്നു. കുട്ടിക്കാലത്ത് എല്ലാ സമ്പന്നതയും ഉണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ ചേരുന്ന സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നത്. അതെല്ലാം മാറ്റിമറിച്ചു. കലഹവും വേർപിരിയലും, സ്വത്തുക്കൾ നഷ്ടപ്പെടുകയും പിതാവ് രോഗബാധിതനാകുകയും ചെയ്തതോടെ കുടുംബത്തിലെ പരസ്പര സ്നേഹം, പരസ്പര ദേഷ്യ മായും ബഹുമാനം, അപമാനകരമായ പെരുമാറ്റ മായും മാറി. ജ്യേഷ്ഠനും ചേച്ചിയും പിരിഞ്ഞുപോയി. ചേച്ചി പിതാവിന്റെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളിൽ അവകാശം സ്ഥാപിച്ചു. സ്വപ്നങ്ങളുടെ ബലി. പ്രതികൂല സാഹചര്യങ്ങളിൽ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നിട്ടും നീരജ് സർക്കാർ ജോലി മോഹങ്ങൾ ഉപേക്ഷിക്കുകയും കുടുംബം പുലർത്താനായി ഒരു ചെറിയ പുസ്തകക്കട തുടങ്ങുകയും ചെയ്തു. പിതാവിന്റെ ആഗ്രഹം. പിതാവിന്റെ ദയനീയാവസ്ഥ കണ്ട് അമ്മ നിശ്ചയിച്ച പെൺകുട്ടിയെ, എന്റെ അമ്മ, പിതാവിന്റെ ആഗ്രഹം മാനിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം വിവാഹം കഴിച്ചു. പിതാവിന്റെ മരണശേഷം നീരജ് തന്റെ സ്വപ്നങ്ങൾക്കായി ശ്രമിക്കുന്നതിന് പകരം കുടുംബ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകി ഒരു സാധാരണ ഗൃഹസ്ഥനായി മാറി. സത്യവും ബഹുമാനവും നിറഞ്ഞ ചിന്തകൾ. പപ്പയുടെ തുറന്നുപറച്ചിൽ. എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഇതെല്ലാം മറച്ചുവെച്ചതെന്ന് പപ്പ സമ്മതിച്ചു. തന്റെ സഹോദരിയുടെ പെരുമാറ്റം കാരണം എന്നെക്കുറിച്ചും അദ്ദേഹത്തിന് ചെറിയ ചില മുൻധാരണകളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ പുതിയ കാഴ്ചപ്പാട്. പപ്പയുടെ കഥ കേട്ട് എന്റെ ഹൃദയം ഉരുകിപ്പോയി. അദ്ദേഹത്തിന്റെ ചിന്തകളിലെ സങ്കുചിതത്വം സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായതാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ത്യാഗത്തിന് മുന്നിൽ ആ കുറവുകളൊന്നുമല്ലെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കുറവുകൾ നിസ്സാരമാണ്. അദ്ദേഹം വെറുമൊരു മനുഷ്യനല്ലേ? കുറവുകളൊന്നുമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ദൈവമാകുമായിരുന്നില്ലേ? എന്റെ പപ്പയുടെ ഈ പോരാട്ടകഥ അദ്ദേഹത്തോടുള്ള എന്റെ സ്നേഹവും ആദരവും വർദ്ധിപ്പിച്ചു. പപ്പയുടെ ഈ ത്യാഗം സ്വപ്നിലിനെ വിവാഹം കഴിച്ച് അമേരിക്കയിലേക്ക് പോകാനുള്ള എന്റെ തീരുമാനത്തെ പുനർചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമോ? ഒരു സാധാരണ ഗൃഹസ്ഥന്റെ അസാധാരണമായ ത്യാഗത്തിന്റെ കഥ. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 60. വിധിയുടെ ചക്രം. നീരജ് ജിയുടെ പോരാട്ടവും ത്യാഗത്തിന്റെ കഥയും. അൽക്കജി എന്നോട് പറഞ്ഞു: നീരജ് ജി, നിങ്ങളെ നോക്കുന്ന മകൾ വാണി തിരിച്ചുവരുന്നതുവരെ നിങ്ങൾക്കുള്ള ഭക്ഷണം എന്റെ അടുക്കളയിൽ തയ്യാറാക്കും. നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത്, വീട്ടിലോ കടയിലോ 2 നേരവും ഞാൻ ടിഫിൻ എത്തിച്ചു തരും. അൽക്കജി പറഞ്ഞതുപോലെ തന്നെ അവർ ഒരു തെറ്റും വരുത്താതെ അത് പാലിച്ചു. അവരുടെ ജീവനക്കാരിൽ ഒരാൾ ഞാൻ പറഞ്ഞ സമയത്തും സ്ഥലത്തും എല്ലാ ദിവസവും 2 നേരവും ടിഫിനുമായി എത്തുമായിരുന്നു. പപ്പയുടെ വാക്കുകളിൽ മാമിനോടുള്ള നന്ദി വ്യക്തമാണ്. ഇന്ന് മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും മാമിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. അതെ, ശനിയാഴ്ചകളിൽ ഡിന്നറിനായി മാം എന്നെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് 2 തവണ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. 2 തവണയും അവർ എന്നെ രാത്രി അവിടെ തങ്ങാൻ നിർബന്ധിച്ചിരുന്നു. രാത്രി വിജനമായ വീട്ടിൽ കവർച്ച നടക്കുമോ എന്ന് എനിക്ക് ഭയമാണ്. അത് ഞാൻ അവരോട് പറഞ്ഞു. പിന്നീട് അവർ നിർബന്ധിച്ചില്ല. പപ്പ വിശദീകരിച്ചു. നിങ്ങൾ അവിടെ പോയപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരിക്കൽ എന്റെ കോളേജ് കാലഘട്ടത്തിൽ 40 വർഷം മുമ്പ് നടന്ന ഒരു സംവാദത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. 2ാം തവണ വാണിയുടെ വിവാഹം ഇപ്പോൾ നടത്തണം എന്ന് പറഞ്ഞ് നിന്നെക്കുറിച്ച് സംസാരിച്ചു, പപ്പ പറഞ്ഞു. അവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ നേരത്തെ കരുതിയിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം 2 സന്ദർഭങ്ങളിലെയും ചർച്ചകളെക്കുറിച്ച് അല്പം വിശദമായി പറഞ്ഞു. ആ സംവാദത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ മാം പപ്പയോട് താൻ അദ്ദേഹത്തെ പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞില്ല. അതുപോലെ എന്റെ വിവാഹത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ എന്നെ ഒരുപാട് പ്രശംസിച്ചുവെങ്കിലും തന്റെ സഹോദരപുത്രനായ സ്വപ്നിലുമായി എന്റെ വിവാഹം നടത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പപ്പയോട് പറഞ്ഞില്ല.
മാം എപ്പോഴും വിവേകത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമാണ്. പപ്പയോടുള്ള തന്റെ വികാരങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് അവർക്കറിയാം. അതുപോലെ സ്വപ്നിലുമായുള്ള എന്റെ വിവാഹത്തെക്കുറിച്ച് പറയാനും ഇത് ശരിയായ സമയമല്ല. തീർച്ചയായും എന്റെ പപ്പയോട് ഈ കാര്യം പറയുന്നതിനു മുമ്പ് എന്നോട് സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. തന്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പപ്പ എന്റെ അമേരിക്കൻ യാത്രാ അനുഭവങ്ങളെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചു. പപ്പ നിങ്ങൾക്ക് കോട്ടുവായ വരുന്നുണ്ട്, കണ്ണിൽ ഉറക്കം കാണാം. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങൂ, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാനായി സ്വിച്ച് ബോർഡിന്റെ അടുത്തേക്ക് നീങ്ങി. മോളെ, ഞാൻ വാഷ്റൂമിൽ നിന്ന് വന്ന ശേഷം സ്വിച്ച് ഓഫ് ചെയ്തോളാം. പപ്പ വാഷ്റൂമിൽ പോകാനായി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ എന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ പപ്പയോട് ചോദിക്കും, പഠനത്തിൽ അത്ര മിടുക്കനായിരുന്നിട്ടും പിന്നീട് നിങ്ങൾ എങ്ങനെ ഒരു സാധാരണ ഗൃഹസ്ഥനായി ഒതുങ്ങിപ്പോയി എന്ന്. എന്റെ മുറിയിലെത്തി ബെഡിൽ കിടന്നു. ഞാൻ ഓരോന്ന് സങ്കല്പിക്കാൻ തുടങ്ങി. ഒരുവേള പപ്പയും മാമും വിവാഹിതരായിരുന്നെങ്കിൽ എന്തെല്ലാം മാറുമായിരുന്നു. അപ്പോൾ എന്റെ സ്വപ്നിലിന്റെ വിവാഹത്തിന് സാധ്യതയേ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്റെ മനസ്സിൽ ഈ ചോദ്യവും ഉയർന്നു. ഒരുവേള പപ്പയുടെ വിവാഹം മാമുമായാണ് നടന്നിരുന്നതെങ്കിൽ അവരുടെ മകളായി ഞാൻ തന്നെ ജനിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഒടുവിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് വെറുതെയാണ് എന്ന നിഗമനത്തിലെത്തി. യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായതൊന്നും സംഭവിക്കില്ല. പ്രാണികൾ എത്ര ശ്രമിച്ചാലും എന്താണോ നടക്കേണ്ടത് അത് മാത്രമേ സംഭവിക്കൂ. ഞാൻ വിവാഹം കഴിക്കണ്ട എന്ന് വിചാരിച്ചാലും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഒന്നും മാറില്ല. വിധിയുണ്ടെങ്കിൽ സ്വപ്നിലും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യും. ഉറക്കത്തിലേക്ക് വീഴുന്നതിനു മുമ്പ് എന്റെ അവസാന ചിന്ത ഇതായിരുന്നു. അടുത്ത രാത്രി പപ്പ വെറുമൊരു സാധാരണ ഗൃഹസ്ഥനായി ഒതുങ്ങിപ്പോയതിന്റെ കഥ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞു. നീരജ് ജോഷിയുടെ കുട്ടിക്കാലം എല്ലാ സൗകര്യങ്ങളിലും അനുകൂലമായ സാഹചര്യങ്ങളിലും കഴിഞ്ഞുപോയി. നീരജ് തന്റെ 3 സഹോദരങ്ങളിൽ എല്ലാവരേക്കാളും ഇളയവനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് തഹസീൽദാറായി നല്ലൊരു സർക്കാർ ജോലിയിലുണ്ടായിരുന്നു. അയൽപ്പക്കത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നല്ല ബഹുമാനമുണ്ടായിരുന്നു. നീരജ് മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. ഓരോ പരീക്ഷയിലും എപ്പോഴും സ്കൂൾ ഫസ്റ്റ് വരുമായിരുന്നു. നീരജ് സ്കൂളിലായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ചേച്ചിക്കും വിവാഹം കഴിഞ്ഞിരുന്നു. അതുവരെ നീരജും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുവിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും നേരിട്ടിരുന്നില്ല. നീരജിന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായി അദ്ദേഹം കോളേജിൽ ചേരാനുള്ള സമയമായി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ കുടുംബത്തിൽ കാര്യങ്ങൾ വേഗത്തിൽ മാറാൻ തുടങ്ങിയത്. അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുടെ പരമ്പര തുടങ്ങി. ഒരു രാത്രി അവരുടെ വീട്ടിൽ കവർച്ച നടന്നു. കവർച്ചക്കാർ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സ്വരൂപിച്ചുവെച്ച ഏകദേശം എല്ലാ സമ്പാദ്യങ്ങളും അമ്മയുടെയും നാത്തൂന്റെയും വിലപിടിപ്പുള്ള ആഭരണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി. പോലീസ് റിപ്പോർട്ട് നൽകിയെങ്കിലും പോലീസിന് കവർച്ചക്കാരെ പിടികൂടാൻ കഴിഞ്ഞില്ല. നീരജിന്റെ പിതാവിന് ഇത് വലിയ മാനസികാഘാതമുണ്ടാക്കി. അദ്ദേഹം രോഗബാധിതനായി. പിന്നീട് തന്റെ ജോലി പോലും കൃത്യമായി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കുടുംബത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്ന കാലത്തോളം അംഗങ്ങൾക്കിടയിൽ സ്നേഹവും ബഹുമാനവും നിലനിന്നിരുന്നു. കവർച്ച നടന്നതോടെ കുടുംബത്തിൽ കഷ്ടപ്പാടുകൾ തുടങ്ങി. ഇത്തരം സാഹചര്യത്തിൽ നീരജിന്റെ പിതാവിന്റെ ആരോഗ്യനില മോശമായതോടെ പ്രശ്നങ്ങൾ ഇരട്ടിച്ചു. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവർക്കിടയിൽ കലഹങ്ങൾ തുടങ്ങി. സ്നേഹം എന്ന സ്ഥാനത്ത് ചിരാഗും ബഹുമാനം എന്ന സ്ഥാനത്ത് അപമാനകരമായ പെരുമാറ്റവും കടന്നുവന്നു. കഷ്ടകാലത്ത് കൂടുനിൽക്കേണ്ട സമയത്ത് നീരജിന്റെ ജ്യേഷ്ഠൻ തന്റെ ഭാര്യയോടൊപ്പം മാറി താമസിക്കാൻ പോയത് കുടുംബത്തിന് മറ്റൊരു വലിയ തിരിച്ചടിയായി. നീരജിന്റെ ചേച്ചിയും പിതാവിന്റെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളിൽ തന്റെ അവകാശം ഉന്നയിച്ചു. നീരജിന്റെ ഭാവിക്കും പിതാവിന്റെ ചികിത്സയ്ക്കും ഉപയോഗിക്കേണ്ടിയിരുന്ന ബാക്കിയുണ്ടായിരുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം ചേച്ചിയും അളിയനും മാതാപിതാക്കളുമായി വഴക്കിട്ട് കൈക്കലാക്കി. എന്നിട്ടും നീരജിന്റെ ജ്യേഷ്ഠനും ചേച്ചിയും മാതാപിതാക്കളിൽ നിന്ന് അകന്നുതന്നെ നിന്നു. അവരുടെ അവസ്ഥ മോശമാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് വന്ന് കാണാൻ പോലും അവർ തയ്യാറായില്ല. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ നീരജ് തന്റെ കോളേജ് വിദ്യാഭ്യാസം എങ്ങനെയോ പൂർത്തിയാക്കി. ആദ്യം സർക്കാർ ജോലിക്കായി ശ്രമിച്ചുവെങ്കിലും വിജയിക്കില്ലെന്ന് കണ്ടതോടെ ഒരു ചെറിയ പുസ്തകക്കട തുറന്ന് കുടുംബം പുലർത്താൻ സഹായിക്കാൻ തുടങ്ങി. ഇതിനിടെ നീരജിന്റെ പിതാവിന്റെ അവസ്ഥ കൂടുതൽ വഷളായി. അദ്ദേഹം മഞ്ചത്തിൽ തന്നെ ഒതുങ്ങിപ്പോയി. അപ്പോൾ നീരജിന്റെ അമ്മ നീരജിനോട് പറഞ്ഞു, മോനെ, നിന്റെ പിതാവ് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ വിവാഹം കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എപ്പോൾ ഈ ലോകം വിട്ടുപോകുമെന്ന് എനിക്കറിയില്ല. നീരജിനോട് വേഗം വിവാഹം കഴിക്കാൻ പറയൂ. ഞാൻ കണ്ണ് അടയ്ക്കുന്നതിനു മുമ്പ് മരുമകളുടെ മുഖം ഒന്ന് കാണണം എന്ന്. അപ്പോൾ നീരജ് പിതാവിന്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാനിക്കാൻ തീരുമാനിച്ചു. നീരജ് തന്റെ അമ്മ കണ്ടെത്തിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. നീരജിന് നല്ലൊരു ഭാര്യയെ ലഭിച്ചു. പിതാവും മരുമകളുടെ വരവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. നീരജിന്റെ വിവാഹം കഴിഞ്ഞ് 3 മാസം പൂർത്തിയാകുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ വിധത്തിൽ മിടുക്കനായ ബുദ്ധിയുള്ള നീരജ് തന്റെ അമ്മയുടെയും നവവധുവായ ഭാര്യയുടെയും സംരക്ഷണത്തിനായി തന്റെ ചെറിയ കടയിൽ തന്നെ തിരക്കിലായിപ്പോയി. ഇങ്ങനെ എന്നും പോരാട്ടങ്ങൾ ചെയ്തുകൊണ്ട് ഒരുകാലത്തെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന നീരജ് ഒരു സാധാരണ ഗൃഹസ്ഥനായി മാറി. പപ്പ പറഞ്ഞ കഥ കേട്ട് എന്റെ ഹൃദയം ഉരുകിപ്പോയി.
പപ്പ നിങ്ങളോ അമ്മയോ ഇതിനു മുമ്പ് നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരു വേള പറഞ്ഞിരുന്നെങ്കിൽ എന്നെ തൃശ്ശിനാപ്പള്ളിയിൽ പഠിക്കാൻ വിട്ടില്ല എന്ന പരാതി എനിക്കുണ്ടാവില്ലായിരുന്നു, ഞാൻ വിഷമത്തോടെ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ ഈ ആകുലതകളിൽ പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞുമാറിയത്. കൂടാതെ പിതാവിന്റെ അവസാന നിമിഷങ്ങളിൽ ചേച്ചി കാണിച്ച കലഹങ്ങൾ കാരണം നിന്റെ കാര്യത്തിലും എനിക്ക് ചെറിയ ചില മുൻധാരണകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം നീയും നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നീയും എന്റെ ചേച്ചിയെപ്പോലെ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് മയാങ്കിന്റെ പഠനത്തിന് പ്രാധാന്യം നൽകി നിന്റെ ഉത്തരവാദിത്തം നിന്റെ വിവാഹം വരെ മാത്രമാണെന്ന് ഞാൻ കരുതിയിരുന്നു. ഇന്ന് പപ്പ ബയ്യയുടെയും എന്റെയും വളർച്ചയിൽ കാണിച്ച വിവേചനത്തിന് പിന്നിലെ സത്യം തുറന്നു പറയാൻ മടിച്ചില്ല. ഇപ്പോൾ ഇതറിഞ്ഞ ശേഷവും ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനവും ഉത്തരവാദിത്തവും കുറയ്ക്കില്ലെന്ന് പപ്പയ്ക്ക് ഉറപ്പായും മനസ്സിലായിട്ടുണ്ടാകും. എനിക്ക് പപ്പയോട് സഹതാപം തോന്നി. അദ്ദേഹം സ്വാർത്ഥനല്ല. അദ്ദേഹം തന്റെ മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുന്നതിൽ ഒട്ടും പിന്നാക്കം പോയിട്ടില്ല. നീരജ് ജിയുടെ അമ്മ പിതാവിന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിലൂടെ അദ്ദേഹത്തിന് നല്ലൊരു ജീവിത പങ്കാളിയെ, എന്റെ അമ്മയെ, ലഭിച്ചുവെങ്കിലും അദ്ദേഹം വെറും അമ്മയുടെ ആഗ്രഹം മാനിച്ച് മാത്രമാണ് വിവാഹം കഴിച്ചത്. അമ്മയോട് യാതൊരു തർക്കങ്ങളും നടത്തിയില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ സാധ്യമായതുകൊണ്ട് തന്റെ ചെറിയ കട ആരംഭിച്ചു. കുടുംബം പുലർത്തുന്നതിൽ അദ്ദേഹം പൂർണ്ണമായി അർപ്പിച്ചു. ഒരു മിടുക്കനായ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എത്ര സ്വപ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മാറ്റിവെച്ച കുടുംബത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം ഒട്ടും മടിക്കാതെ ചെറിയ ബിസിനസ് തിരഞ്ഞെടുത്തു. തന്റെ ചുമലിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ അദ്ദേഹം മുഴുകി. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നീരജ് നേടിയ വിജയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും തിരിഞ്ഞുനോക്കിയിട്ടില്ല. പരാതികളില്ലാതെ തന്റെ ജീവിതത്തിൽ ഏതാണോ അത്യാവശ്യം അത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്കൊരു സാധാരണക്കാരനായി തോന്നിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ത്യാഗത്തെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചും അറിഞ്ഞ ശേഷം എന്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചു. അദ്ദേഹം ചെയ്ത ചില ചെറിയ തെറ്റുകളും അദ്ദേഹത്തിന്റെ ചിന്തകളിലെ സങ്കുചിതത്വവും ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കുറവുകളൊന്നുമല്ല. അദ്ദേഹം വെറുമൊരു മനുഷ്യനല്ലേ? കുറവുകളൊന്നുമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ദൈവമാകുമായിരുന്നില്ലേ? ജെമിനായിയുടെ വിശകലനം, സർഗാത്മക നിർദ്ദേശങ്ങൾ, അവതരണ നിർദ്ദേശങ്ങൾ. എപ്പിസോഡ് 60 അവസാനിച്ചു.